ക്രിയേറ്റീവ് ജയ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസിയർ ആയിട്ടുള്ള ഒരു ഡോളിൻ്റെ മേക്കിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കിംഗ് ആണ്. സ്കൾപ്റ്റിംഗ് ഇല്ല, ക്ലേ ഇല്ല, പിന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ഡോളിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളത് ഇതുപോലെ ഒരു കുഞ്ഞു ബോട്ടിലാണ്. ബോട്ടിലില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം പേപ്പർ ചുരുട്ടി എടുത്താലും മതി കേട്ടോ. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ A4 പേപ്പർ നമ്മൾ അസൈൻമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് ബാക്കി വന്നാണ്. കുറച്ച് പൊടിയൊക്കെ പിടിച്ചിടുന്ന A4 പേപ്പറാണ്. അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, കാരണം ഇതിനകത്ത് നമ്മൾ സ്കൾപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മുറിച്ചിട്ട് ഒരു കോൺ ഷേപ്പ് പോലെ ആക്കിയെടുക്കുന്നുണ്ട് ഈ പേപ്പർ. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ഇതുപോലെ പശ തേച്ച് ഒട്ടിക്കുക. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പശ ഇല്ലാതെ ഡോള് ചെയ്യാൻ പറ്റുമോ എന്ന്. പശ ഇല്ലാത്ത ഡോള് ചെയ്യാൻ ഇതുവരെയുള്ള എൻ്റെ മെത്തേഡ്സിലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും അതുപോലെയുള്ള മെത്തേഡ്സ് എന്തെങ്കിലും എൻ്റെ ഐഡിയാസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഗ്ലൂ ആവശ്യം വന്നിട്ടുണ്ട് ഇതുവരെ. ഇനി എന്തെങ്കിലും എനിക്കൊരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ ഒരു 2 കോൺസും ഈ ഒരു ബോട്ടിലിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു പേപ്പർ ടേപ്പ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബോട്ടിലില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ നന്നായിട്ട് ചുരുട്ടിയെടുക്കുക. നമ്മൾ റോൾ ചെയ്തെടുക്കില്ല, അതുപോലെ ഈ ബോട്ടിലിൻ്റെ ഒരു ഷേപ്പ് പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് സെയിം മാനറിൽ തന്നെ നമ്മുടെ ഈ പേപ്പർ കോൺസ് ഇറക്കി വെച്ചിട്ട് ഈ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ കോൺസ് നമ്മൾ ഇറക്കി വെച്ചതിനകത്ത് ഇതുപോലെ ഹോൾസ് കാണും. ആ ഹോൾസിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ ബാക്കി വരുന്ന പേപ്പറുകൾ കുത്തി നിറച്ച് കൊടുക്കുക. അതായത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന പേപ്പറും നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, അത് ഇങ്ങനെയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ നല്ല കട്ടിയിൽ ഇരിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് ഇതിന് ചുറ്റുമായിട്ട് ഈ പേപ്പർ തന്നെ നന്നായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ചുറ്റോട് ചുറ്റും ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോൾ തന്നെ മതിയാവും കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചാൽ മതി, കാരണം ഇതെല്ലാം പേപ്പറാണല്ലോ. പേപ്പർ ഒട്ടാൻ പെട്ടെന്ന് ഒട്ടി കിട്ടും. പിന്നെ ഇത് മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ കുറേ ക്ലേ ഒന്നും ഇല്ലാത്ത ഡോൾസ് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ ഒന്നും ഉണങ്ങാനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എളുപ്പത്തിനുള്ള ഡോൾസൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെസ്റ്റ് പോർഷനൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 മുത്തുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മാലയൊക്കെ പൊട്ടിയിട്ട് കിട്ടിയ മുത്തുകളാണ്. അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇത് ക്ലേ ഒക്കെ വെച്ച് ചെയ്യുന്ന ആ ഒരു ഷേപ്പും അതുപോലെ പ്രൊപ്പോർഷനൊന്നും നിങ്ങൾ നോക്കരുത് കേട്ടോ. കാരണം നോൺ ക്ലേ ഡോൾസ് ആണെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മറ്റ് ഡോൾസ് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇതുപോലെ ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം അതിനെയും കൂടി ചുറ്റിയിട്ട് നമ്മൾ വീണ്ടും പേപ്പറുകൾ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ആ ഒരു കർവ്ഡ് ഏരിയ അത് കവർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും കുഞ്ഞായിട്ട് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒട്ടിക്കലിനെല്ലാം തന്നെ ഫെവിക്കോൾ ആവശ്യമുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഇടവിടാതെ നമ്മളിങ്ങനെ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം അത് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ കുറച്ച് വാൾപുട്ടിയും കുറച്ച് വെള്ളവും കൂടെ ആക്കിയിട്ടൊരു പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഹൈലി ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ചെയ്യണം എന്നില്ല. ജസ്റ്റ് പേപ്പർ ഈസ് ഇനഫ്. അതുണ്ടെങ്കിൽ ആ പേപ്പർ അങ്ങനെ ഒട്ടിച്ചാൽ നിങ്ങൾക്ക് അധികം ഇങ്ങനെ നിരപ്പിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ല. സ്മൂത്തായിട്ടൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ധാരാളം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പർ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ കോൺ ഉണ്ടാക്കിയെടുത്തില്ലേ, അതേപോലെ തന്നെ ഈ കുറേ അധികം കോണുകൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ചേർത്തിട്ട് ഒരു സ്കർട്ട് പോലെ ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു ബോട്ടിലിൻ്റെ ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫെവി ബോണ്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി ഓരോ ഇതും.
ഒരെണ്ണം ഒട്ടിക്കഴിഞ്ഞിട്ട് അടുത്തത് ആ രീതിയിൽ ഒട്ടിച്ചു കൊടുത്താലും മതി. കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഡോളിന് നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഡ്രസ്സിനോ ഒന്നും നമ്മൾ തുണിയോ അതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, പേപ്പർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പേപ്പർ ചുരുളും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതാണ് നമ്മുടെ ഡോളിൻ്റെ ബോഡി. ഇനി നമ്മൾ തലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബീഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുത്താണിത്. അത് അവിടെ ഇരിക്കട്ടെ, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി നമുക്ക് കൈകളും കൂടി ചെയ്ത് വെക്കാം. കൈകൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ തന്നെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യണേ. നമ്മളിതിന് മുമ്പ് ഒരു നോൺ ക്ലേ ഡോള് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് ഒരു ഡോള് ചെയ്ത് ഓർമ്മയുണ്ടോ? സ്കാർലെറ്റ്. ആ ഡോളിന് ഇതുപോലെയാണ് കൈകൾ വെച്ചിരുന്നത്. അതുപോലെ നോൺ ക്ലേ സാരി ഡോൾ. അയ്യോ, ആ ഡോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ആ ഡോളിന് ഇതുവരെ പേരിട്ടിട്ടില്ലാന്നേ. അതിന് സജഷൻ ചോദിച്ചിട്ട് വളരെ കുറച്ച് സജഷനേ വന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ, ഡോൾ സ്റ്റോറി മോഡിലൊരു വീഡിയോ ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിതുവരെ സജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ കൈ ഇതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളിതുപോലെ മുറിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മളുടെ കൈക്ക് എത്ര നീളം വേണോ അതിനനുസരിച്ച് മുറിച്ചെടുക്കുക. പകുതി ഒന്ന് മുറിച്ച് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അതിൽ പകുതി നമ്മൾ 2 സൈഡിലും ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് കൈപ്പത്തി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഒരു രീതിയിലോ നമ്മൾ ആ ഒരു ഫിംഗേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്ത വലിയ ഡോളിന് ചെയ്ത പോലെയൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കാർഡ്ബോർഡിൽ ചെറിയ 2 കൈകൾ വരച്ചിട്ട് അതൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡോൾ സ്റ്റോറിയൊക്കെ എൻ്റെ സെക്കൻഡ് ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ടൈം കിട്ടുന്നില്ല. പിന്നെ എനിക്ക് അതിന് കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പലതിനും ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അതിൽ തുടങ്ങാത്തത്. അതിൽ പതുക്കെ ആയിട്ട് കുഞ്ഞു വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്. ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. സ്കിൻ കളറാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഞാനിവിടെ തലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബീഡാണ്. ആ ബീഡിൻ്റെ കളർ ഓൾറെഡി സ്കിൻ കളറാണ്, ഫ്ലഷ് ടിൻറ്റിൻ്റെ കളറിലുള്ള ഒരു ബീഡാണ്. അതുകൊണ്ട് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ആ ഒരു ബീഡിൻ്റെ പുറത്ത് വീണ്ടും പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത്രയും പ്ലാസ്റ്റിക് ബീഡല്ലേ, അപ്പോൾ അതിന് ചേരുന്ന രീതിയിലാണ് ഇവിടെ പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ ബീഡിൻ്റെ ചുറ്റും 2 ചെവിയും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്, ചെറിയൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട്. ഇനി നമുക്ക് ബീഡ് എടുത്തിട്ട് അതിന് ചുറ്റും ഹെയർ വെച്ച് കൊടുക്കാം. ഞാനിവിടെ വൂളൻ ത്രെഡാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീഡൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ വരുന്ന എന്തെങ്കിലും പേപ്പർ തന്നെ ഒരു ഉരുട്ടി എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം സ്കാർലെറ്റ് എന്ന് പറഞ്ഞ ഡോൾ ചെയ്ത പോലെ എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡോളിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കളർ ബീഡുള്ളതാണ്. ഈ കളർ ബീഡില്ല എന്നുണ്ടെങ്കിൽ മുത്തെടുത്തിട്ട് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. വേറെ കളർ ബീഡാണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചൊരു വലിയ മുത്താണ്, പിന്നെ സ്കിൻ കളറും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നീട് അത് പെയിൻ്റ് അടിക്കാൻ പോവാത്തത്. അപ്പം നമ്മൾ പിന്നെ അതിന് പെയിൻ്റ് അടിച്ചിട്ട് കൊള്ളാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ ബോഡിയിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ കളർ തന്നെ ഏകദേശം ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഗൗണിൻ്റെ കൂടെയൊക്കെ പാർട്ടി വെയേഴ്സിൻ്റെ കൂടെയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ വുളൻ ത്രെഡ് ചീവോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അത് തന്നെ ഒന്ന് ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്നത് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എത്ര വേണോ അതിനനുസരിച്ച്, ഒരു ഫേസിൻ്റെ സൈസ് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് ചുരുട്ടിയെടുക്കാം. അങ്ങനെ ഞാനിവിടെ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുകളിലേക്ക് വരുന്ന ബണ്ണ് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് ഞാൻ 2-3 ഡോൾസിന് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാഞ്ഞത്. ഒരു വെറൈറ്റി വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഡ്രസ്സിന് പെയിൻ്റ് അടിക്കാം. ഞാനിവിടെ ഒരു പർപ്പിൾ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മോ എന്ന് പറയുന്ന ഒരു കളർ ഉണ്ടായിരുന്നു. അത് നല്ല ഡാർക്ക്
വയലറ്റ് ആയിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ കൂടെ നമ്മുടെ മജന്ത എന്നൊക്കെ പറയുന്ന ഡീപ്പ് ബ്രില്യൻ പർപ്പിളും കൂടെ മിക്സ് ചെയ്തു. അതാണ് എൻ്റെ ആ ഒരു നഖത്തിലിരിക്കുന്ന കണ്ടില്ലേ, ആ കളറ് മിക്സ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വയലറ്റ് കിട്ടും. ഇനി അതൊന്ന് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ ഡോളിന് കണ്ണും മൂക്കും വായൊക്കെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഡോൾസിനും നല്ല അടിപൊളിയായിട്ട് ഫുൾ കണ്ണൊക്കെ വരച്ചിട്ട് ആണ് ചെയ്യാറ്. കുറച്ച് ഓവറാണ് എൻ്റെ കണ്ണുകൾ എന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് വരയ്ക്കുമായിരുന്നു നമ്മൾ. അപ്പോൾ ഇതിൽ നമ്മൾ വളരെ കാർട്ടൂണിഷ് ആയിട്ടുള്ള ഫേസാണ് വരയ്ക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, 2 ഡോട്ട് ഇട്ട് കൊടുക്കുക കണ്ണിൻ്റെ അവിടെ. അതിനുശേഷം പീലികൾ പോലെ സൈഡിലേക്ക് കുറച്ച് വരച്ചെടുത്തിട്ടുണ്ട്. പിരികത്തിന് വേണ്ടി 2 വര വരച്ചെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് മൂക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു കുഞ്ഞ് വായും വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ഡോളാണ് കേട്ടോ, എങ്ങനെയൊക്കെ പറഞ്ഞാലും. ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഒന്ന് ഗ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്ലിറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് പണ്ടെന്നോ വാങ്ങിച്ച ഗ്ലിറ്റേഴ്സാണേ. അതിങ്ങനെ എടുക്കാതെ വെച്ചിരിക്കുന്നതാണ്, കാരണം പലപ്പോഴും ആവശ്യം വരാറില്ല. അപ്പോൾ ഇപ്പോഴാണ് ആവശ്യം വന്നത്, അതുകൊണ്ട് അത് എടുക്കുന്നു. എന്നിട്ട് നമുക്കിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ചും കൂടെ എൻ്റെ കയ്യിൽ കിട്ടിയത് ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട് അത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. എല്ലാം ഉപയോഗിക്കണ്ടേ, ചിലപ്പം ചില പശയ്ക്കൊക്കെ വിഷമം വന്നാലോ, അതുകൊണ്ട് അത് കൈ കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. അതുപോലെ എൻ്റെ യോക്കിലും ഇതുപോലെ ഗ്ലിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഗ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു റിബണൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് കൊടുക്കാം, ബെൽറ്റ് പോലെ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗ്രാൻഡ് ആയിട്ടുണ്ടാവും. ഒരു ഫ്ലവർ പോലെ ചെയ്തിട്ട് ആ റിബൺ തന്നെ ഒന്ന് ചുരുട്ടിയെടുത്തിട്ട് നമ്മൾ ഫ്ലവർ പോലെ ഹെയറിൽ ആക്സസറി ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാല ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബോൾ ചെയിൻ എടുത്തിട്ടുണ്ട്. ബോൾ ചെയിൻ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മലിന് വേണ്ടിയിട്ടും ബോൾ ചെയിൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. 2 ഒന്നും ഒട്ടിക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല കുട്ടി. പിന്നെ അത് ശരിയാക്കി ഇതുപോലെ 2 കമ്മലും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൈൻ്റെ ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫെവിക്കോളോ അല്ലെങ്കിൽ ഇതുപോലെ ഫെവി ബോണ്ടോ ഓൾഫിക്സോ ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്താൽ മതി. ഫെവിക്കോളാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കണം ഒട്ടാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. പിന്നെ പേപ്പർ ആയതുകൊണ്ട് ഒട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഡോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞ് പേപ്പർ ബൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ ഇതിപ്പോൾ ഒരു നല്ല പാർട്ടിക്കൊക്കെ പോകുന്ന ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു നോൺ ക്ലേ ഡോളാണ് നമ്മുടെ ഇന്നത്തെ ഡോള്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡോളാണെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. Till then, thank you for watching. Cheers!